ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഇനി ഇവിടുന്ന് ടെൻ്റൊക്കെ എടുത്തുകൊണ്ട് പോകണം. ഇവിടെ അടുത്തൊരു പെട്രോൾ പമ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പോയി ഫ്രഷ് ആവണം. ഇവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് ഞങ്ങൾ നൈറ്റ് നിന്ന സ്ഥലം. ഈ ഹോട്ടലിൻ്റെ ഇവിടെ ആയിട്ടൊരു വെട്ടിക്കട സെറ്റപ്പ്. ഇതിൻ്റെ പുറകിൽ ഇത് നാഷണൽ ഹൈവേ. ഇത് ചെറിയ ബൈപ്പാസ് കാര്യങ്ങൾ. ഇവിടെ നിന്ന് ഇതൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് പോകണം. ഞങ്ങൾ അവിടെ നിന്ന് ഇനിയിപ്പോൾ അടുത്തൊരു പെട്രോൾ പമ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകണം. 40 മിനിറ്റ് എടുത്തു ഫുള്ളൊന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. ആ ടെൻ്റ് ഇട്ടിരുന്ന ഭാഗത്തൊക്കെ ചെളിയായിരുന്നു. അപ്പോൾ ഫുള്ള് തുടച്ച് ക്ലീൻ ചെയ്ത് കയറ്റിയില്ലെങ്കിൽ പിന്നെ ഒരു മണമൊക്കെ ഉണ്ടാവും. ഇവിടെ ആകെ ചെളിയായി കിടക്കുക, ഹൈവേയുടെ പണിയായതുകൊണ്ട്. ചെളിയായിരുന്നു ഫുള്ള്. അതാണ് ടെൻറ്റിലും നടക്കുമ്പോൾ കാലിലും ഷൂലൊക്കെ ചെളിയാവുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിൽ രാവിലെ ഫ്രഷായി പല്ലൊക്കെ തേച്ച് ഇനിയിപ്പോൾ ഹൈവേ പിടിക്കണം, എന്തെങ്കിലും കഴിക്കണം. അത് കഴിഞ്ഞിട്ട് പൂനെ സൈഡിലോട്ട് പോകണം. ഇന്ന് എത്തണം എന്നാണ് വിചാരിക്കണം. 9 മണി ഇവിടെ നിന്ന് കണ്ടിന്യൂസ് പോയി കഴിഞ്ഞാൽ 9 മണിക്കൂറുണ്ട് ജേർണി. എത്തുമെന്ന് അറിയില്ല, നോക്കണം ലിഫ്റ്റൊക്കെ കിട്ടണ അനുസരിച്ച്. ഞങ്ങളങ്ങനെ പമ്പിൽ നിന്ന് ഇറങ്ങി അത്യാവശ്യം നടന്നു. ഇത് ഫുള്ള് കയറ്റുക. താഴെ ഭാഗത്തു നിന്ന് ഞങ്ങൾ കയറി വന്നാൽ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ വലിയ രീതിക്ക് പറ്റില്ല. കാരണം ഞങ്ങൾ ഫോൺ എടുക്കുമ്പോൾ ഓരോ ആൾക്കാർ നോക്കുകയാണ്. എങ്ങനെയുള്ള ആൾക്കാരാണെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇന്നലെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരും വിശ്വസിക്കരുത്, ഇവിടെ കുറേ കള്ളന്മാരുണ്ടെന്ന്. ഞങ്ങൾ അത്യാവശ്യം വെള്ളമൊക്കെ ഇവിടെ ഇപ്പോൾ ആരുമില്ല. ഞങ്ങൾക്ക് ഇനി അപ്പുറം റോഡിലേക്ക് കടക്കണം. അവിടെ നിന്ന് കണക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയതിന് ശേഷം ലിഫ്റ്റ് അടിക്കണം. ആ ഭാഗത്ത് വണ്ടികൾ സ്ലോ ആക്കുന്നുണ്ട്. അപ്പോൾ നിർത്താൻ ചാൻസ് കൂടുതലാണ്. അത് നോക്കിയിട്ട് ചെയ്യണം. തീർച്ചയായിട്ടും അന്യായ പണം നടക്കാൻ പോലും പറ്റുള്ള. ഒരു വർഷമായിട്ട് ഇവിടെ മുഴുവൻ വേസ്റ്റ് തീർന്നു തോന്നുന്നു. വെള്ളം കറുത്ത കളർ വെള്ളം അതിൻ്റെ ഇടയ്ക്ക് ഇതിൽ മെയിൻ റോട്ടിൽ കയറണം. കിട്ടിയിട്ടൊന്നും നോക്കണം. ഇവിടെ ഇറക്കുക കാര്യം, അത് വണ്ടി നിർത്തൂല. ഇറക്കം മാറാനായിട്ട് 2 കിലോമീറ്റർ എങ്ങാണ്ട് അപ്പുറത്തോട്ട് പോകണം. എന്നെ നടന്നു പോവാർന്ന്. അപ്പൊ മല പോലെ കണ്ട് പിന്നെ മനസ്സിലായ മലയല്ല, വേസ്റ്റ് കൂമ്പാലാണിത് മുഴുവൻ. ഞങ്ങൾക്ക് അവിടെ നിന്ന് കുറച്ചങ്ങ് നടന്നപ്പോഴത്തേക്കും ലിഫ്റ്റ് കിട്ടി. ഒരു 3-4 വണ്ടി കാണിച്ചൊക്കെ കിട്ടി. പുള്ളി എല്ലാവരെയും കയറ്റും വണ്ടിയിൽ. കാരണം എന്നിട്ട് 10-20 വെച്ച് കൊടുത്തു. അങ്ങനെ പുള്ളി എല്ലാവരെയും കയറ്റും. പുറകിൽ ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോഴൊന്ന് ഫോൺ എടുക്കാൻ പറ്റില്ല. ഫ്രണ്ടിലിരുന്ന 2 പേര് പോയി കഴിയുമ്പോൾ ഞങ്ങൾക്കിപ്പോൾ നേരെ വിളിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ലൈസൻസ് ഫോൺ എടുത്ത് വീഡിയോ ഇതാക്കണം. പോകുന്ന വഴി ഫുള്ളിപ്പോൾ നല്ല ഇതായിട്ട് നല്ല അടിപൊളിയാണ്. ചെറിയൊരു മഴ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല പച്ചപ്പാണ് ഇവിടെ കാണാൻ. കാട് ഏരിയയാണ്. കാട് ഏരിയകളാണ് ഫുള്ള്. കൃഷി കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഫുള്ള് കാട്. ഇടയ്ക്കിടയ്ക്കൊക്കെ മഴ പെയ്യുന്നുണ്ട്. അത്ര വലിയ മഴയല്ല. ഞങ്ങൾ വന്ന വഴിക്ക് ഇവിടെ ഫുഡ് കഴിച്ചായിരുന്നു കുറച്ച് മുമ്പ്, ഒരു കിലോമീറ്റർ മുമ്പ്. എന്താ പുലാവ് കഴിച്ച്. അപ്പം പുള്ളിയുടെ ഒപ്പം ലിഫ്റ്റ് അടിച്ച് വന്ന പുള്ളിയുടെ ഒപ്പം തന്നെ കഴിച്ചാൽ. പുള്ളി അത് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പൈസ കൊടുത്ത് കയറി. ഞങ്ങളുടെ കാശ് ഞങ്ങൾ കൊടുത്തു, പുള്ളിയുടെ കാശ് പുള്ളി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറി ഇച്ചിരി വന്നപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു 400 പുള്ളി എന്നിട്ട് ഇവിടെ നിർത്തിയിട്ട് 400 രൂപ എന്നു പറഞ്ഞു ഞങ്ങളോട്. ലിഫ്റ്റ് അടിച്ചതിന് പെട്രോൾ അടിക്കാൻ പൈസ വെറുതെ, വണ്ടി വെറുതെ ഓടണില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി അങ്ങനെ. അപ്പൊ പുള്ളി ഞങ്ങള് പറഞ്ഞു ഞങ്ങള് ലിഫ്റ്റ് എല്ലാം ആദ്യം കാശിന്റെ കാര്യം പറഞ്ഞല്ലോ. പുള്ളി പറഞ്ഞു കാശില്ലെങ്കിൽ നിങ്ങൾ ആദ്യം പറയണോ, പൈസ ഇല്ലാന്ന് ആദ്യം പറയണോന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇതാക്കിയത്. അപ്പൊ എന്നാ നിങ്ങളെ ഞാൻ പുറകു വശത്തല്ലേ കേട്ടുള്ളൂ, ആ ലോഡ് കയറ്റണതിന്റെ അതിലേ കേറ്റുള്ളൂ, ഫ്രണ്ടിൽ ഇരുത്തൂല. ഞങ്ങള് പുറകിൽ ഇരിക്കാൻ പോയ പുള്ളി പറഞ്ഞ മുമ്പിൽ ഇരിക്കാനായിട്ട്. ഞങ്ങള് പുറകിലേക്ക് പോവാന്ന് കരുതിയേ വേണ്ട,
ഇവിടെ തന്നെ പറ്റുമോ എന്നൊക്കെ പറഞ്ഞൊരു അതിന് ഡയലോഗ് പറഞ്ഞിട്ട് ഇപ്പൊ എന്നിട്ട് പുള്ളിക്ക് 400 രൂപ കൊടുത്തില്ലെങ്കിൽ പുള്ളി എന്തോ ആക്കി കളയും. ഞങ്ങളെന്തേതായാലും കൊന്നാലും കൊടുക്കൂല എന്നുള്ള വെച്ചപ്പോൾ ഞങ്ങള് അവസാനം പുള്ളിക്കാരനൊരു 30 രൂപ കൊടുത്ത് ഞങ്ങൾ ഒഴിവാക്കി. ഞങ്ങൾ ആകെ 30 രൂപ കൊടുത്തോളൂ, കൊടുക്കാൻ നിന്നില്ല. ഞങ്ങളുടെ ഇല്ലാന്ന് പറഞ്ഞു പൈസ. അപ്പൊ പുള്ളി പറയാ ഫോണില് യൂട്യൂബില് വിളിച്ചിട്ട് കാശ് തരാൻ പറയാ. യൂട്യൂബില് ആ 10 രൂപ ഇത് പുള്ളിക്കറിയും. പുള്ളിയുടെ വിചാരം കോടികൾ കിട്ടുമോ തീരെ. ഇനിയിപ്പോ എന്തായാലും ഇവിടെ നിന്ന് പോണം. ഞങ്ങള് പോവാനിരുന്ന ഗോലാപ്പൂർ എന്ന സ്ഥലത്തോട്ട് ഇനി ഒരു 55 കിലോമീറ്റർ ഉണ്ട്. ആ പുള്ളി അവിടം വരെ ആയിരുന്നു, എന്നിട്ട് 55 കിലോമീറ്റർ ഇപ്പറ ഇറക്കി. ആ അതന്നെ, നല്ല സ്നേഹമുള്ള മനുഷ്യനാണ്. തങ്കപ്പെട്ട മനുഷ്യന്മാരും ഉണ്ട് അല്ലെ, ഇങ്ങനത്തെ തങ്കപ്പെട്ട മനുഷ്യന്മാരും ഉണ്ട്. ഇനിയിപ്പോ നേരെ പോണം. ഇനിയിപ്പോ കുറച്ചു ദൂരം നടക്കാന്ന് വെച്ച് നടന്നിട്ട് മഴ വന്നിട്ട് അതിന് മുമ്പ് ലിഫ്റ്റ് അടിക്കാൻ പറ്റുമോ നോക്കണം. എന്നിട്ട് പൂനെ എത്താൻ പറ്റുമെങ്കിൽ പൂനെ എത്തണം, അല്ലെങ്കിൽ നാളെ. ഞങ്ങളിങ്ങനെ അവിടെ നിന്ന് ലിഫ്റ്റ് അടിച്ചപ്പോ അവിടെ ഞങ്ങൾ നേരത്തെ ലിഫ്റ്റ് അടിച്ച പുള്ളി പൈസ ചോദിച്ചു. ഞങ്ങളിപ്പോ അത് കഴിഞ്ഞിട്ട് വേറൊരു വണ്ടി കയറി. ആ വണ്ടിക്കാരന് പൈസ വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ കയറിയിട്ട് അപ്പൊ തന്നെ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നപ്പോഴാണ് ഇവരെ കണ്ടത്. ഇവരുടെ അടുത്ത് ലിഫ്റ്റ് വെച്ചപ്പോ ഇവര് കയറിക്കോളാൻ പറഞ്ഞു. അല്ലാതെ തന്നെ ഇവര് ഇതാക്കി. ഇതാണ് ഇതാണ് പുള്ളി ലിഫ്റ്റ് തന്നത്. ഇത് കൂടെ ഉള്ളത് സയാദ് ഇമ്രാൻ. പുള്ളി അടിപൊളിയാണ്. ശബരി ഇവിടെ ഇരിക്കുന്നുണ്ട്. പുള്ളി ലിഫ്റ്റോട് ഞങ്ങളോട് ചോദിച്ച് കാണിച്ച്, ഞങ്ങൾ ലിഫ്റ്റ് കാണിച്ചിട്ട് പുള്ളി കയറണോ ചോദിച്ചപ്പോൾ ഞങ്ങൾ ചോദിച്ച് ഇങ്ങനെ വെറുതെ കൊണ്ടുവന്നാക്കുമെന്ന്. അപ്പോൾ പുള്ളി കയറിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് പുള്ളിയിലോട് ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പുള്ളി പറഞ്ഞു നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ അടുത്താക്കാം, ഞാൻ പോകണം എവിടെയാണോ അവിടെ വരെ നിങ്ങൾ ആക്കി തരാം, നിങ്ങൾ ഞങ്ങളും പോലെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പുള്ളി കേരളത്തിലൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഇനി പുള്ളിയുടെ ഒപ്പം പൂനെയിലേക്ക് പോകണം എന്നാണ് വിചാരിക്കുന്നത്. ഒരു മാങ്ങ എന്ന് അത് കഴിച്ചോളാൻ പറഞ്ഞ് ഉച്ചയ്ക്ക് ഇതാ കഴിച്ചതെന്ന് പറഞ്ഞപ്പോൾ മാങ്ങ കഴിച്ചോളാൻ പറഞ്ഞ് തന്ന് അത് കഴിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ NH-ൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത് ഇവരുടെ തന്നെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അപ്പം അതിൽ തേങ്ങ കൊണ്ടുപോകണം. അപ്പം അതിൽ നിന്ന് 2-3 തേങ്ങ എടുത്ത് വയ്ക്കുക വരും. പിന്നെ എപ്പോഴെങ്കിലും വെട്ടി കുടിക്കാന്ന് പറഞ്ഞ് തേങ്ങയല്ല കരിക്കത്, അതിന് വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വരിക. ഇത്രയും കിലോ ഉണ്ട് വണ്ടി ടോട്ടൽ. ബോർഡർ അല്ലേ, മഹാരാഷ്ട്ര ബോർഡർ കയറി. കർണാടകയിൽ നിന്ന് മഹാരാഷ്ട്ര, മഞ്ഞഴിക്ക് വടാപ്പാവ് വാങ്ങിച്ചു തന്നവര് അത് കഴിക്കാണ്. അങ്ങനെ നല്ല കുട്ടി ചായ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നല്ല നൈസ് മഴയാണ്. ഇവിടെ മഴ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്. തണുത്ത് പറിച്ച് അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങിയായിരുന്നു. ഇതാ ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു ബായ്. നല്ല സൂപ്പർ ചായ എന്തൊക്കെ ചേർത്തിട്ടുണ്ട്. ആള് ചെറുതാ ചായ, പക്ഷെ ചായ അടിപൊളിയാ, നല്ല ടേസ്റ്റ് ഉണ്ട്. അതെ, ചൂട് ചായ കൊള്ളാം. ഞങ്ങളിപ്പോ ഉമ്രജ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, പൂനെ ഹൈവേയിലാണ്. ഇനി ഇവിടെ നിന്ന് ഒരു 150 കിലോമീറ്റർ ഉണ്ട് പൂനെയിലേക്ക്. അപ്പൊ ഞങ്ങളുടെ ഡ്രൈവറിനും കിളി ഇപ്പൊ റെസ്റ്റിംഗ് ടൈമാണ് അവർക്ക്. അവര് രാവിലെ വെളുപ്പിനെങ്ങാണ്ട് എഴുന്നേറ്റ് വന്നാന്ന് പറഞ്ഞ. അപ്പൊ അതുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യും. ഇനി 8 മണി വരെ അവർ റെസ്റ്റ് എടുത്ത് 8 മണിക്ക് പിന്നെ പോകുന്ന പറഞ്ഞ. ഇനി എക്സ്പ്രസ് ഹൈവേ ആയതുകൊണ്ട് തന്നെ 50 ടണ്ണുണ്ട് ഞങ്ങളുടെ വണ്ടിയിൽ മൊത്തം ലോഡ്. അതുകൊണ്ട് 50 വേണ്ട 50 ടൺ എത്ര ഉണ്ട്, 50 ടണ്ണെന്നാ പുള്ളി പറഞ്ഞ. അപ്പൊ പതിയെ പോവാൻ പറ്റുള്ളൂ എന്നാ പുള്ളി പറഞ്ഞ. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് പതിയെ പോവാൻ പറ്റുള്ളൂ, രാത്രിയൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ആൾക്ക് കുറച്ച് നേരം ഉറങ്ങിയതിന് ശേഷം അങ്ങോട്ടേക്ക് എത്തും. അവിടെ എത്തി അൺലോഡ് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ച് ലോഡ് ആയിട്ട് ഇന്ന് തന്നെ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഉറങ്ങാനായിട്ട് ടൈമിങ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ടൈം കിടന്ന് ഉറങ്ങാണ് അവര്. ഞങ്ങളപ്പോ ഈ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റാന്നും പറഞ്ഞ് ഇറങ്ങിയതാ. ഇവിടെ ചുറ്റാനൊന്നുമില്ല, ഇവിടെ ഹൈവേ മാത്രമേ ഉള്ളൂ. വേറെ 2-3 ധാബ ഹോട്ടൽ, വേറെ ധാബയാണ് ഇവിടെ മൊത്തം. പിന്നെ
നൈസ് ചായയാണ് ഇവിടത്തെ. ചായ മാത്രം ചായ നല്ല കുടിക്കാനായിട്ട് taste ഉണ്ട്. തോന്നും. ചായക്ക് ഒരു മണവും ടേസ്റ്റും ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഫ്ലേവർ ഉണ്ട്, പ്രത്യേക ഫ്ലേവർ. ചെറിയ ഗ്ലാസ് ഇത്ര ഉള്ളു, അതാണ് ഒരു പ്രശ്നം, വേറെ പ്രശ്നമൊന്നുമില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മഴ തുടങ്ങിയിട്ട് ഇപ്പൊ തണുപ്പ് തുടങ്ങി. നല്ല തണുപ്പുണ്ട് ഇവിടെ. തണുപ്പുണ്ട്. ഇത്ര നേരം ഞങ്ങള് ചൂടത്താറുണ്ട്, ഇത്ര നാള്. ഇപ്പൊ തണുപ്പത്ത് നല്ല രസമുണ്ട്. അതുകൊണ്ട് തണുപ്പും ചായയും കഴിക്കാനായിട്ട് നൈസാണ്. ഞങ്ങളൊരു വടാപ്പാവ് കഴിച്ചു. നല്ല പേടിയിലായിരുന്നു പക്ഷെ അടിപൊളി നല്ല ടേസ്റ്റ്. ഞാൻ ഇത്ര ടേസ്റ്റ് ഉള്ളതെന്ന് പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇത് എനിക്ക് എന്തോ ഒരു പേടിണ്ടായി. ഇവൻ കഴിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഇവന്റെ മേടിച്ചു വെച്ച് തിന്നായിരുന്നു. അടിപൊളി സാധനം. പിന്നെ ഇത് എനിക്ക് തന്നതുമില്ല. ഇനിയിപ്പോ പോകുമ്പോ കഴിക്കാലോ, ഒന്നുകൂടി കഴിക്കണം. ഇന്നിപ്പോ പൂനെയിൽ എത്തുമ്പോ 8 മണിക്ക് പോയി കഴിഞ്ഞാൽ 3 മണിക്കൂർ കൂടുതൽ എടുക്കും പറഞ്ഞ. 11 മണി 12 മണിയാവും. അപ്പൊ അവിടെ എവിടെയെങ്കിലും സ്റ്റേ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കണം. ഇനിയിപ്പോ ഞങ്ങൾ എന്തായാലും വണ്ടി കാണിച്ചു തരാം. ഞങ്ങൾ കിടക്കുന്നത് ഇതാ ഞങ്ങളുടെ വണ്ടി. സ്റ്റീലാണ്, വണ്ടിയിൽ ഫുള്ള് സ്റ്റീൽ കയറ്റിയേക്കാന്നാ പറഞ്ഞ. അവരതിൻ്റെ ഉള്ളിൽ ഉറങ്ങുക. അപ്പൊ അടുത്തേക്ക് പോകുന്നില്ല. അവര് കിടന്നുറങ്ങാണെന്ന് പറഞ്ഞുകൊണ്ട് ശല്യം ചെയ്യുന്നില്ല. അവരെല്ലാവരും ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ പവർ ബാങ്കും കാര്യങ്ങളൊക്കെ ഇതാക്കിയ. അവരിങ്ങോട്ടേക്കാണ് പറയുന്നത്. പവർ ബാങ്കൊക്കെ കുത്തിയിട്ടു, ഫോണൊക്കെ കുത്തിയിട്ടു, എല്ലാം അവരിങ്ങോട്ടേക്കാണ്. ഭയങ്കര കമ്പനിക്കാരാണ് അവർ. കേരളത്തിൽ വരാൻ നേരത്ത് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നിൽക്കുന്ന ദാബ് ഇതാണ്. ഇതിൻ്റെ അപ്പുറം ചെറിയൊരു ദാബ് ഉണ്ട്. സംഭവം ഇത് വലിയ സെറ്റപ്പായിട്ട് കാണിച്ചാണെങ്കിൽ ഇവിടെ വലിയ ഫാമിലി ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഫാമിലി ആയിട്ട് ട്രിപ്പ് പോകുന്ന ആൾക്കാർ. ഞങ്ങൾക്ക് ആ ലോക്കൽ ദാബിയാണ്. ലോക്കലാണെങ്കിലും ഫുഡ് അടിപൊളിയാണ്. അവിടെയാണ് ഞങ്ങളുടെ ഫുഡും കാര്യങ്ങളൊക്കെ. ഹൈവേ ചെയ്താ ഇതുണ്ടോ ഇതാക്കിയിട്ടാണ് കേറിയ. ഇവരോട് ഞങ്ങള് കേറിയപ്പോ ഞങ്ങള് ലാസ്റ്റ് കയറിയ പുള്ളി പൈസ ചോദിച്ചായിരുന്നു. അവസാനം കയറിയ പുള്ളി. ഞങ്ങള് ഒരു സംശയത്തോടുകൂടി ഇവരോട് ചോദിച്ചു, ഞങ്ങളുടെ പൈസ തന്നോന്ന് കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു പൈസ ഒന്നും വേണ്ട, നിങ്ങള് കേറിക്കോ, നിങ്ങളെ എവിടെയാ പോണ്ടേന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് ആക്കാം. ഞങ്ങള് പൂനെക്ക് മുമ്പ് ഒരു സ്ഥലം പറഞ്ഞാലോ, അത് കഴിഞ്ഞ് പൂനെക്ക് മുമ്പ് ഒരു സ്ഥലം ഞങ്ങള് പറഞ്ഞ്. അപ്പോ അവര് പറഞ്ഞ് ശരിക്കും നിങ്ങക്ക് എങ്ങോട്ടേക്കാ പോവേണ്ടതെന്ന് ചോദിച്ചു. ഞങ്ങള് പറഞ്ഞ് ഞങ്ങൾക്ക് പൂനെയിലേക്കാണ് പോകേണ്ടതെന്ന് പറയാം. ഒരു എന്നാ ഞങ്ങൾ പൂനെയിലേക്ക് ആക്കി തരാം, കുഴപ്പമില്ല. ആ ഒരു മൂടാണ് അവര്. എന്നിട്ട് ഞങ്ങളോട് കാര്യമൊക്കെ ചോദിച്ചു, എങ്ങനെയാ പോണേ, എന്താ സംഭവം, അതൊക്കെ ചോദിച്ചു. യൂട്യൂബ് ചാനലൊക്കെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവര് ഇങ്ങോട്ടേക്ക് ചോദിക്കാം, കേരളത്തിൽ നിന്നല്ലേ ഹിച്ച് ഹൈക്കിങ് അല്ലേ. അപ്പൊ ഞങ്ങള് അതെ കേരളത്തിലുള്ളവര് ഇതൊക്കെ ചെയ്യണേ. അവരിങ്ങോട്ടേക്ക് ഹിച്ച് ഹൈക്കിങ് അല്ലേ, കേരള അല്ലേ. പ്രായമുള്ളവർക്കാണ് കുഴപ്പം. ഒരു 40 വയസ്സ് അവർക്ക് ഇതിനെ കുറിച്ച് വലിയ പിടുത്തൂല. പിന്നെ അവരൊരു ദേഷ്യവും കാര്യങ്ങളൊക്കെയാണ് നമ്മളോട്. മിണ്ടയില്ല, ഒന്നുമില്ല. ഈ ചെറുപ്പക്കാരൊക്കെയാണ് നല്ല രസമാണ്, നല്ല കമ്പനിയാണ്. പിന്നെ പഞ്ചാബി ടീംസ് അത്യാവശ്യം നല്ല കമ്പനിയാണ്. ഞങ്ങള് വന്നതിൽ ഇപ്പൊ ചെറുപ്പക്കാരായിട്ടുള്ള എല്ലാവരുമായിട്ട് ഞങ്ങള് നല്ല കമ്പനിയാണ്. അവര് ഞങ്ങളുടെ നിന്ന് നമ്പറൊക്കെ മേടിച്ച് ഇടയ്ക്ക് മെസ്സേജ് അയക്കും. ഇൻസ്റ്റാഗ്രാമില് മെസ്സേജ് അയക്കും, റിപ്ലൈ തരും. നല്ല കമ്പനിയാണ്. ഇന്നലെ ഞങ്ങൾ അവിടെ പെട്ടുപോയ സമയത്ത് ആദ്യം കയറിയ ജമ്മു കാശ്മീരായ ഭായിനെയാണ് വിളിച്ചത്. ഭായി ഏതെങ്കിലും വണ്ടി ഉണ്ടോന്ന് ചോദിച്ചിട്ട്. അപ്പൊ പുള്ളി നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. പുള്ളി നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞെല്ലാം പറഞ്ഞു. പുള്ളിക്ക് ലോഡുമായിട്ട് ഇന്നലെ പുള്ളി അവിടെ എത്തിയുള്ളൂ. അല്ലെങ്കിൽ പുള്ളി സെറ്റ് ചെയ്ത് തരായിരുന്നു. സെറ്റ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ഇന്നലത്തെ ബിരിയാണിയുടെ ടേസ്റ്റ് തോന്നുന്നത് ഈ സമയത്ത് ഇന്നലെ കിച്ചന്റെ ഉള്ളിൽ കയറി കിടക്കായിരുന്നു. അതന്നെ, ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടുന്ന് കഴിക്കണം എന്തെങ്കിലും. അപ്പൊ കിട്ടാന്നറിയില്ല, അതാണ് പ്രശ്നം. അതെ, ഇനിയിപ്പോ എന്തായാലും ഞങ്ങള് ലോറി കയറിയിട്ട് ആൾക്കാരെ അവരുടെ അടുത്ത് സംസാരിച്ച് സെറ്റ് ചെയ്യണം. അവരൊന്ന് ഉറക്കത്തിന്റെ സെറ്റപ്പ് ഒക്കെ മാറി ആരെയും കൂടി കാണിക്കാം. എന്തൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്, എന്താണെന്നറിയില്ല. ബണ്ണുണ്ട്, എന്താണ് എന്താ സാധനം അത്, സവാള, മിച്ചറ്, എന്തൊക്കെയൊക്കെ ഉണ്ട് അല്ലേ. കഴിച്ചു നോക്കി, എങ്ങനെയുണ്ട്? എന്താന്ന് പറയാൻ ഒന്ന് കഴിച്ചുണ്ട്. ഇവിടെ ഉള്ളവർ കഴിക്കുന്ന സാധനമാണ്. പിന്നെ ഇത് സവാളയും നാരങ്ങ പിഴിഞ്ഞിട്ടുള്ള സാധനം, ഇത് മാത്രം അറിയാം. ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള സോങ് ഇതാ. ആള് ഞങ്ങളെ കേൾപ്പിച്ചെത്തിയാ വീഡിയോ എന്നിട്ട് പഠിച്ചു തരിക. ആൾക്ക് സംഭവം അറിയാം, ഇത് ഭയങ്കര സാഡ് സോങ് ആണെന്ന്. പക്ഷെ മെയിൻ ആയിട്ടുള്ള സംഭവം ഒന്നും ആൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് സംഭവം കണ്ടോ സത്യം പറഞ്ഞാൽ തിരിയാവുന്ന. ഞങ്ങളിപ്പോ ഒരു എന്താ
എന്താണ് മറ്റേ സംഭവത്തിന്റെ പേര്? ആ, ഒരു വലിയ തുരങ്കം. നമ്മുടെ നാട്ടിലത്തേനേക്കാളും വലിയൊരു സെറ്റപ്പ് തുരങ്കമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്നേക്കാണ്. ഇത് ഫുള്ള് കാടാണെന്നാ പറഞ്ഞ ആള്. കാട് കഴിഞ്ഞ് നേരെ ഇറങ്ങുന്നത് സിറ്റിയിലേക്കാണ്. സംഭവം നൈസ് സ്ഥലമുണ്ട്. പക്ഷെ ഈ വഴി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് തണുപ്പ് കുറച്ച് കൂടി. ഞങ്ങൾ നല്ല നൈസായിട്ട് പൊക്കോണ്ടിരിക്കുക. ഇവിടെ കൊടുത്തിട്ടുണ്ട് മാനൊക്കെ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ്. ആനിമൽ ക്രോസിംഗ് ഏരിയ എന്ന് പറഞ്ഞ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് അങ്ങോട്ടേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അത് സിറ്റിയാണ്. ഇതിന്റെ താഴേക്ക് ഫുള്ള് സിറ്റിയാ. ഇതാ അവിടെയായിട്ട് ഫുള്ള് സിറ്റിയാണ്. പൂനെ സിറ്റിയാണ് ആ കാണുന്നത്. ഇവിടെ നിന്ന് ഇനി ഒരു 79 കിലോമീറ്ററും കൂടി ഉണ്ട് പൂനെ സിറ്റിയിലേക്ക്. ഞങ്ങള് ഏകദേശം എത്താറായി. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഫുള്ള് ലൈറ്റ്സ് ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ടണലിന്റെ ഉള്ളിലൊക്കെ പോയിട്ട് പൂനെ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ സമയം 1:10. സ്റ്റേ കിട്ടുമെന്ന് നോക്കണം. അടിക്കാനാ മെയിനായിട്ട് നോക്കുന്നത്. ഒന്നും നടപടി ആയില്ലെങ്കിൽ മാത്രമേ റൂമും കാര്യങ്ങളും നോക്കുള്ളൂ. കാരണം പൈസ അത്രയും ഇല്ല. എന്തെങ്കിലും നോക്കണം. ആദ്യം കുറച്ച് ഇവിടെ പോയി നോക്കണം. ഹോട്ടൽ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് വേണം അടുത്തത് ചെയ്യാൻ. എന്താണെന്ന് വെച്ചാൽ നോക്കട്ടെ. നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ പറയാം. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്കാണ് നോക്കുന്നത്. അവിടേക്കാണെങ്കിൽ പിന്നെ സേഫ് ഉണ്ടാവും. ഇവിടെ ആരും വിശ്വസിക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞേക്കുന്നത്. ഇതൊരു പോലീസ് സ്റ്റേഷൻ പോലെ എന്തോ ആണ്. പക്ഷെ ഇവിടെ പോലീസുകാരൊന്നും കാണുന്നില്ല. ഇവിടെയാണെങ്കിൽ ടെന്റ് അടിക്കാനായിട്ട് കണ്ടമാനം സ്ഥലം ഉണ്ടായിരുന്നു. നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട്. ഇതിന്റെ ഉള്ളില് അവരെ വിളിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഈ കാണുന്നതാണ് പൂനെ സിറ്റി. ഇവിടെ കുറെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. കുറെ കടകൾ തുറന്നിട്ടിട്ടുണ്ട്. പക്ഷെ ആരും തന്നെ നമ്മളെ സഹായിക്കില്ല ഗൈസ്. കയറി ചോദിച്ച കടയിലൊക്കെ വന്നത് ഭയങ്കര നേരത്തെ ആയി പോയി. 1 മണിയായി എത്തിയപ്പ. അതുകൊണ്ട് കടയെല്ലാം അടച്ചുപോയി. നീ എന്ത് ചെയ്യും? സമയം ഇപ്പം 3:15. ഞങ്ങളിവിടെ കുറെ അന്വേഷിച്ചു. ഡോർമെട്രി ഒരു തേങ്ങയും ഇല്ല. ലാസ്റ്റ് അടഞ്ഞ് കിടന്നൊരു ബാർ ഇത്. അവിടെ കയറി ടെന്റ് അടിക്കാന്നുള്ള പരിപാടിയാണ്. നാളെ എന്ത് പ്രശ്നം ഉണ്ടാവും ഇല്ലയോന്നൊന്നും ഞങ്ങൾക്ക് അറിയൂല. വേറെ വഴിയില്ല. ഒരാള് വന്നു. ആളുടെ അടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോ പുള്ളി ആന്ന് പറഞ്ഞു പോയി. വേറെ ഒന്നും പുള്ളി ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തില്ല. ഞങ്ങളുടെ അടുത്ത് രാവിലെ എണീറ്റ് പൊക്കൊള്ളണമെന്ന് പറഞ്ഞിട്ടുള്ള സെറ്റപ്പാ. എന്താണെങ്കിലും ടെന്റ് അടിക്കാന്നുള്ള പരിപാടിയിലാണ്. ഇപ്പോഴും ഞങ്ങള് ഇല്ലക്കട കുറെ നടന്നു. ഇല്ലക്കട ഒരു സംഭവം കിട്ടല്ല താമസിക്കാനായിട്ട്. അവസാനം ഈ ബിൽഡിങ്ങിൽ വന്നപ്പോ ഞങ്ങൾ ഇവിടെ ടെന്റ് അടിക്കാൻ തീരുമാനിച്ചു. ഞങ്ങള് ഒന്നാമത് മഴ പുറത്ത് നനഞ്ഞിരിക്കുകയായിരുന്നു. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. എന്നിട്ട് ഞങ്ങളിവിടെ ഇപ്പൊ നിലവിലിപ്പോ ടെന്റ് അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ രാവിലെ എഴുന്നേറ്റ് പോകണമെന്നാ പുള്ളി പറഞ്ഞേക്കണേ. അപ്പൊ രാവിലെ തന്നെ എഴുന്നേറ്റ് പോകണം ഇവിടുന്ന്. നാളെ എവിടെയെങ്കിലും സ്റ്റേ കണ്ടുപിടിക്കണം. പിന്നെ ഇനിയിപ്പോ ഇവിടെ കിടക്കാണ്. ഓക്കെ, ഇന്നത്തെ ഇത് കഴിഞ്ഞു. നല്ല മഴയും പെയ്യുന്നുണ്ട് പുറത്ത്. പൂനെന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷിച്ച പോലും ഒന്നും അല്ല കേട്ടോ. ഭയങ്കര ഫുള്ള് ചെളി, റോട്ടിൽ മഴയും നനഞ്ഞ്. മഴയാണെങ്കിൽ ഒരു വൃത്തികെട്ട മഴയും. ഒരുമാതിരി മര്യാദയ്ക്ക് പെയ്യേയില്ല, എന്നാ പെയ്യാണ്ടിരിക്കേയില്ല. അതിന്റെ ഇടയിലുള്ള മഴ. വൃത്തികെട്ട മഴയായോണ്ട് എന്തായാലും ഇന്ന് ഞങ്ങൾ കിടക്കാൻ പോവാ. ഗുഡ് നൈറ്റ്.